ഈവനിങ് സ്നാക്കായിട്ട് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പൊക്കുവടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് സവാള എടുത്തിട്ടുണ്ട്. 4 സവാള പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി അതിലോട്ട് പച്ചമുളക് 2 പച്ചമുളകാണ്, അതും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലും മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതും പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിക്ക് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇനി കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഈ പാത്രത്തിൽ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കപ്പിന് 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ടൊരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പക്കാരം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തു. ഇനി ഞാനിപ്പോൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മാവെടുത്ത് ആ കപ്പിൽ ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. അത് പോരായി തോന്നിയപ്പോൾ അതിൽ വീണ്ടും 1/2 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം മാവ് മിക്സ് ചെയ്തെടുക്കാൻ. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, അപ്പം മാവിൽ ചിലപ്പം വെള്ളം കൂടിപ്പോകും. അപ്പം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പെല്ലാം പാകത്തിനാണോ എന്ന് കൂടി നോക്കണം. പോരായി ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ മാവ് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് മാവ് വേണ്ടത്. മാവ് ഒരുപാട് ലൂസായി പോകരുത്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഇതാ ഒരു പാൻ ചൂടാക്കി അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് മാവ് ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമ്മൾ കൈ വെച്ച് കുറേശ്ശെ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കോരിയിട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ പൊക്കോട പൊരിച്ചെടുക്കുന്നത്. 2 ഭാഗവും നല്ലൊരു ബ്രൗൺ കളറാകുന്ന സമയത്ത് പാനിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ പൊക്കോട റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള